എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്രമേൽ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിരുന്നുവോ? നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹം ഇത്രമേൽ ഉണ്ടായിരുന്നുവോ? നിങ്ങളുടെ മനസ്സിൽ അത് വേദനയാകുന്നു. ആ സ്നേഹത്തിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണുനീരാണ് വരുന്നത്. നിങ്ങൾ ആ വ്യക്തി അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആ വ്യക്തിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴും ആ വ്യക്തിയുടെ നിങ്ങളോട് പറഞ്ഞ സംസാരങ്ങളും ആ വ്യക്തി നിങ്ങളോട് നടത്തിയ പെരുമാറ്റങ്ങളും എല്ലാം കാണുമ്പോഴും അതിനെപ്പറ്റി ഓർക്കുമ്പോഴും അന്നത്തെ സാഹചര്യങ്ങളും എല്ലാം ഓർക്കുമ്പോഴും മനസ്സിലെപ്പോഴും ഒരു വല്ലാത്ത കരച്ചിൽ വരുന്നു. കാരണം ആ വ്യക്തിയോടുള്ള ഇഷ്ടമാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ സ്ഥാനം, നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്ഥാനം, ഇതെല്ലാം കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാകുന്നു. സന്തോഷം കൊണ്ടുള്ളൊരു വിഷമമാണ്. ഈ ലോകത്ത് എത്ര ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, കോടിക്കണക്കിന് ആളുകളുണ്ട്. അതിൽ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചൊരു വ്യക്തി, നിങ്ങളുടെ പരാധീനതകളും നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും നിങ്ങളുടെ നന്മയും എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തി. അതുപോലെ തന്നെ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ച നിങ്ങളും. ലോകത്തിൻ്റെ മുമ്പിൽ അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരു തേങ്ങലായിട്ട് മാറുന്നു. സന്തോഷം കൊണ്ടൊരു തേങ്ങലുണ്ടാകുന്നു. കാരണം നിങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തി എത്ര വെല്ലുവിളികൾ, എത്ര പ്രതിസന്ധികൾ, എത്ര പ്രശ്നങ്ങൾ അതിലൂടെ കടന്നുപോയ നിങ്ങളുടെ ജീവിതം, ആ ജീവിതത്തെ നിങ്ങളുടെ മുമ്പിലേക്ക്, കഴിഞ്ഞുപോയ കാലഘട്ടത്തെ നിങ്ങളുടെ മുമ്പിലേക്കൊരു സിനിമ പോലെ വെച്ചപ്പോൾ അത് കണ്ട് നിങ്ങൾ പൊട്ടിക്കരയുകയാണ്. വേദനകളും സന്തോഷങ്ങളും ചിരികളും ഒക്കെ നിറഞ്ഞ ജീവിതം. അതിൽ നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തി, നിങ്ങൾ സ്നേഹിച്ചൊരു വ്യക്തി, നിങ്ങൾ ആ വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നു. രണ്ടാമത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. ഒരുമിച്ച് ചേരാൻ ആഗ്രഹിച്ചു. ഒരുമിച്ച് ചേരാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. ആ വ്യക്തിയുടെ ഹൃദയവുമായി ചേർന്ന് ജീവിക്കാൻ. എത്ര കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ഉണ്ടെങ്കിലും ആ വ്യക്തിയുമായി ചേർന്നൊരു ജീവിതം, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം. എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും എല്ലാ പരാധീനതകളിലും എല്ലാ ദുഃഖങ്ങളിലും എല്ലാ നേട്ടങ്ങളിലും ഒക്കെ ആ വ്യക്തി കൂടെ ഉണ്ടാകണമെന്നുള്ള അഗമമായ ആഗ്രഹം, ഒരു കളങ്കമില്ലാത്ത ആഗ്രഹം. തീർച്ചയായിട്ടും ആഗ്രഹം സാധിക്കും. അടുത്ത കാർഡിലേക്ക് പോകാം. ഫോർഗീവ്നെസ്, ക്ഷമിക്കുകയാണ്. നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് എത്ര തെറ്റ് ചെയ്താലും നിങ്ങളോട് എത്ര നന്ദികേട് കാണിച്ചാലും നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ശക്തിയും എടുത്തുകൊണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്നേഹവും എടുത്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തി നിങ്ങളോട് എന്ത് പാതകം ചെയ്താലും എന്ത് കുറ്റം ചെയ്താലും നിങ്ങൾക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല. ക്ഷമിക്കാതിരുന്നാൽ, ആ വ്യക്തിയെ മൈൻഡ് ചെയ്യാതിരുന്നാൽ, ആ വ്യക്തിയെ അവഗണിച്ചാൽ പിന്നെ നിങ്ങളില്ല എന്നാണ് നിങ്ങളുടെ ചിന്ത. ഒരു നിമിഷം പോലും അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ആ വ്യക്തിയെ. ഒരു നിമിഷം പോലും ആ വ്യക്തിയെ വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾ അത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയെ നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വാത്സല്യമുണ്ട്, ആ വ്യക്തിയോട് സ്നേഹമുണ്ട്, പ്രണയമുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ അഗമമായി സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ലോകമുണ്ടോ? ആ വ്യക്തിയല്ലാതെ നിങ്ങൾ ആരെയെങ്കിലും പരിഗണിക്കുമോ? ആ വ്യക്തിയല്ലാതെ നിങ്ങൾക്ക് ആരാണുള്ളത്? എന്ത് വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ആ വ്യക്തിയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും ആ വ്യക്തിയെ ഇഷ്ടപ്പെടാനും ആ വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്നു. ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് ഒരു ദുരിതം ഉണ്ടാവാതെ, ദുഃഖം ഉണ്ടാകാതെ, പ്രശ്നം ഉണ്ടാകാതെ, പ്രതിസന്ധി ഉണ്ടാകാതെ എപ്പോഴും ഒരു രക്ഷകർത്താവിനെ പോലെ എന്നെന്നും കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു അത്യാപത്ത് ആ വ്യക്തിക്ക് പിണയുമോ എന്നുള്ള ഭയത്താൽ നിങ്ങളുടെ മനസ്സ് എത്ര ഓരോ നിമിഷവും പ്രതിസന്ധിയിലായി. ഇഷ്ടം മാത്രം, ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടം മാത്രം, സ്നേഹം മാത്രം. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി മാത്രമാകുകയാണ്.
ആ വ്യക്തിക്ക് ഒരു ആപത്തും ഉണ്ടാവരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടെങ്കിലും നിങ്ങളത് സഹിക്കാൻ തയ്യാറാണ്. എൻ്റെ വ്യക്തിക്ക് മാത്രം ഒന്നും സംഭവിക്കരുത്, എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. കാരണം ഞാൻ എൻ്റെ വ്യക്തിയെ അത്രമാത്രം സ്നേഹിക്കുന്നു. എനിക്ക് ഈ ലോകത്തുള്ള എന്തിനേക്കാളും വലുത് എൻ്റെ വ്യക്തിയാണ്. ആ വ്യക്തി എന്നെ അടിച്ചോട്ടെ, ഇടിച്ചോട്ടെ, എന്നെ ഉപദ്രവിച്ചോട്ടെ, എന്നെ വെറുത്തോട്ടെ, എന്നെ അവഗണിച്ചോട്ടെ, പക്ഷേ എന്നോട് സ്നേഹിക്കരുതെന്ന് പറയരുത്. കാരണം നിങ്ങൾ അത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ്, ആ വ്യക്തിയെ അത്രമാത്രം ഉൾക്കൊള്ളുകയാണ്. ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ വ്യക്തി നിങ്ങളുടെ എല്ലാമാണ്, ആ വ്യക്തി നിങ്ങളുടെ സർവ്വവുമാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മുഖമൊന്ന് കാണാതിരിക്കാൻ കഴിയുന്നില്ല, ആ വ്യക്തിയുടെ ശബ്ദമൊന്ന് കേൾക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ സാമീപ്യം നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയെ അത്രമാത്രം സ്നേഹിക്കുന്നു, അത്രമാത്രം നിങ്ങൾ ഉൾക്കൊള്ളുന്നു. നിങ്ങൾ അത്രമാത്രം ആ വ്യക്തിയെ കാണാനും ആ വ്യക്തിയെ പറ്റി എന്നും കേൾക്കാനും ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും ആ വ്യക്തി പോയി മറയുമോ എന്നുള്ള ഭയം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിയിൽ നിന്ന് മാറി ഒറ്റപ്പെടുന്നത് നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കൽ പോലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒറ്റയ്ക്ക് നിങ്ങളിരിക്കാം, പക്ഷെ ആ വ്യക്തി ഇല്ലാതിരിക്കാൻ കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ ഓർമ്മകളെങ്കിലും നിങ്ങൾക്ക് കൂട്ടുവേണം, ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കൂട്ടുവേണം, ആ വ്യക്തിയുടെ പ്രചോദനം നിങ്ങൾക്ക് കൂട്ടുവേണം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ആ വ്യക്തി നിങ്ങളെ വഞ്ചിച്ച് മറ്റാരോടെങ്കിലും ഒപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇല്ല, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ഓർമ്മകൾ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തി എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, ഞാൻ ആ വ്യക്തി എത്രമാത്രം സ്നേഹിച്ചിരുന്നു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും ആ വ്യക്തിയുണ്ട്. ഒറ്റയ്ക്കുള്ള ചിന്ത നിങ്ങൾക്കില്ല. ആ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയും കൂടിയുള്ള ഒറ്റയ്ക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ആ വ്യക്തി നിങ്ങളുടെ ആത്മാവിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളിൽ നിന്നും വിഭിന്നമായ ഒന്നല്ല, ഒറ്റയ്ക്കുള്ള ഒരാളല്ല. നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ചേർത്ത് വെച്ച ഒരാൾ, രണ്ടായിട്ട് വിഭജിക്കാൻ കഴിയാത്തത്ര നിങ്ങൾ പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ വ്യക്തിയാണ്. ഒരിക്കലും ആ വ്യക്തി വഞ്ചിച്ചു പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്കങ്ങനെ ഒരു മനസ്സിലൊരു അറിവ് വരുന്നില്ല. കാരണം നിങ്ങൾ ആ വ്യക്തിയെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങൾ എത്ര നെഗറ്റീവ് തോട്ട്സ് ചിന്തിച്ചാലും, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ വെറുത്തുപോയി, ആ വ്യക്തി എന്നെ പരിഗണിക്കുന്നില്ല, ആ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് പിന്നിലൊരു തലോടലായിട്ട് ആ വ്യക്തി വരും. ആ വ്യക്തി നിങ്ങളെ വെറുക്കുകയാണ്, നിങ്ങളെ പരിഗണിക്കുന്നില്ല, നിങ്ങളിലേക്ക് ഇനി വരില്ല, നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളെ വെറുത്തിരിക്കുന്നു, നിങ്ങളെ ചതിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുഃഖിച്ചിരുന്നാൽ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് നിങ്ങളുടെ യൂണിവേഴ്സ് തിരിച്ചു കൊണ്ടുവരും നിങ്ങൾക്ക് ആ വ്യക്തിയെ. കാരണം സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങൾ എത്രമാത്രം ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സിന് കൃത്യമായിട്ടറിയാം. ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെടുത്തില്ല യൂണിവേഴ്സ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ, നിങ്ങൾ വന്ന് ഭവിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരും. യൂണിവേഴ്സ് നിങ്ങൾക്കത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകും. കാരണം നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹവും ഒരു കളങ്കവുമില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ സ്നേഹിച്ച ആ സ്നേഹത്തെക്കുറിച്ചും യൂണിവേഴ്സിനറിയാം. നിങ്ങളുടെ മനസ്സിന് സമാധാനവും, നിങ്ങൾക്ക് നഷ്ടബോധത്തിന് പകരം നേട്ടത്തിൻ്റെ സംതൃപ്തിയും യൂണിവേഴ്സ് നൽകും, പോസിറ്റീവ് എനർജി നൽകും. നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് അതെന്ത് പറയുന്നുവോ അത് യാഥാർത്ഥ്യമാക്കി നിങ്ങൾക്ക് ലഭിക്കും. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.